എപ്പിസോഡ് ഇറങ്ങുന്ന തന്നെ നമ്മുടെ ചാനിനെയും ഹരാനെയും കാണിച്ചുകൊണ്ടാണ്. ഇവിടെയായിട്ട് നമ്മുടെ ചാൻ പറയും അവന്റെ മുത്തശ്ശിയാണെങ്കിൽ എപ്പോഴും അവന്റെ റിലേഷൻഷിപ്പിനെ പറ്റി ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ശല്യം സഹിக்க വയ്യാതെയാണ് അവൻ പറഞ്ഞത് എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന്. അല്ലാണ്ട് അതിന്റെ പിന്നിൽ വേറൊരു റീസണും ഇല്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാന് കുറച്ച് സമാധാനവും. ഉടനെ തന്നെ ചാനാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും എന്താ ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് നിർത്തും. ആ സ്ഥലത്തായിട്ട് നല്ലതുപോലെ മൂണിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഹരാൻ പറയും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മഞ്ഞ് പെയ്യുന്ന ആ ഒരു ടൈം ഒട്ടും ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ടൈമിലാണ് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും നഷ്ടപ്പെട്ടത്. നിനക്കും അതേപോലെ എന്തോ ഒരു സ്റ്റോറി ഉണ്ടെന്ന് മുത്തശ്ശി പറയുന്ന കേട്ടായിരുന്നു. നിനക്കും നിൻ്റെ അമ്മേനെയും കൂടെ കൂടെ ഓർമ്മ വരാറുണ്ടോ? നമ്മളുടെ രണ്ടുപേരുടെയും കഥ ഏകദേശം ഒരേപോലെ തന്നെയല്ലേ? ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ പറയാൻ തുടങ്ങും എനിക്കും എൻ്റെ അമ്മയുടെ ഓർമ്മയൊക്കെ വരാറുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ ആ ചന്ദ്രനെ നോക്കിയിട്ട് പറയും ഈ ചന്ദ്രനെ കാണുന്നേ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ മുത്തശ്ശി പറഞ്ഞൊരു കാര്യവാ. മുത്തശ്ശിക്ക് ചന്ദ്രനെ കാണുമ്പോൾ പിസ തിന്നാൻ തോന്നും. അങ്ങനെ രണ്ടുപേരും വേഗം തന്നെ പിസ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരും. അവിടെ വരുന്ന നമ്മുടെ ചാനലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ടീം മെമ്പേഴ്സും അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും വന്നിട്ട് ചാനെ കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവസാനം ഇവരെല്ലാവരോടും ഡിന്നർ കഴിക്കുന്ന സമയത്ത് കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹരാനായിരുന്നാലും ചാനെ നോക്കിയിട്ട് വിചാരിക്കും എനിക്ക് അവനെ പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ എൻ്റെ അടുത്ത് എന്തുകൊണ്ടായിരിക്കും അവൻ്റെ സീക്രട്സ് ഒന്നും പറയാത്തത്. അതേസമയം തന്നെ നമ്മളുടെ ചാനിൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ ഹരാൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ചാനിൻ്റെ മൈൻഡിൽ കൂടി പോകുന്നതും ഹരാൻ അവൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നിനക്ക് എന്താ എന്നെ സ്നേഹിക്കാൻ പാടില്ല എന്ന് നീ പറയാനുള്ള റീസൺ എന്ന്. ഇതൊക്കെ ആലോചിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹരാൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ അവരെല്ലാവരും ആ സ്ഥലത്തായിട്ട് എത്തുന്നതാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോസ് വരയ്ക്കുക എടുക്കുകയൊക്കെ വേണം. അങ്ങനെ നമ്മുടെ ചാനാണെങ്കിൽ പിക്ചേഴ്സൊക്കെ വരയ്ക്കുകയും പെയിൻറ് ചെയ്യുകയൊക്കെ ചെയ്യാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഹരാനെ കാണിക്കും. അവളവളുടെ മുത്തശ്ശീനെ വിളിച്ചിട്ട് പറയും ഞാൻ വേറൊരു പെയിൻറ്റിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ചാനിൻ്റെ ഫ്രണ്ടിനെ കാണുന്നേ ഹരാൻ വന്നിട്ട് ചോദിക്കും നിനക്ക് ചാനിനെ പറ്റി എന്തെല്ലാം അറിയാം? അവൻ്റെ ലൈഫിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയുമോ? ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും എനിക്ക് അവനെ പറ്റി ഒന്നും അറിയത്തില്ല. അവനാണെങ്കിൽ അവൻ്റെ പാസ്റ്റ് ലൈഫിനെ പറ്റി ഒന്നും പറയാൻ റെഡിയല്ല. എനിക്ക് അവനെ പറ്റി അറിയാവുന്നത് അവൻ എന്നാണോ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ചാൻ നടന്നു വരും. അവൻ കളിക്കായിരുന്നാലും വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്നെ പറ്റി മോശം പറയുമായിരുന്നോ എന്ന്. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട് അതേന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോകും. ഇവിടെയായിട്ട് നമ്മുടെ ചാനാണെങ്കിൽ അവൻ ഇത്രയും നേരം വരച്ച പടങ്ങളും എല്ലാം നമ്മുടെ ഹരാനെ എടുത്ത് കാണിക്കും. ഹരാനാണെങ്കിൽ ചോദിക്കും നിന്റെ മുത്തശ്ശി പറഞ്ഞത് നീ പടം വരയ്ക്കുന്നതെല്ലാം വിട്ടു എന്നാണല്ലോ, പിന്നെ നീ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? അപ്പോഴും നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ചാനാണെങ്കിൽ അവൻ്റെ US കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാം ഗീവ് അപ്പ് ചെയ്ത് കുറച്ച് പേഴ്സിനകത്ത് പൈസയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. എന്നിട്ട് നേരെ എയർപോർട്ടിൽ വന്നിട്ട് പറയും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് എനിക്ക് പോകണം, പെട്ടെന്നൊരു ടിക്കറ്റ് എടുത്ത് തരാൻ. അങ്ങനെ അവൻ എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെ വെച്ചിട്ട് അവൻ്റെ ഒരു തീരുമാനം എടുക്കും ഇനി മുതൽ ഞാൻ ഡ്രോ ചെയ്യാൻ തുടങ്ങുക എന്ന്. അങ്ങനെ അവൻ അവിടെ വെച്ചിട്ട് പുതിയ കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കും. അവിടെയായിട്ട് നമ്മളുടെ ചാൻ പറയും എനിക്ക് ചത്ത് ജീവിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, ശവമായിട്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ കുറച്ച് ആക്റ്റീവായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തത് എന്ന്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ ടോപ്പിക്ക് മാറ്റും. എന്നിട്ട് നമ്മളുടെ ഹരാൻ്റെ അടുത്ത് പറയും ദേ ഈ നിൽക്കുന്ന വലിയ മരം കണ്ടില്ലേ, ഈ മരത്തിന് എത്രത്തോളം പഴക്കം കാണും, ഈ മരത്തിനെ നോക്കിയൊരു പടം വരയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാൻ ടോപ്പിക്ക് മാറ്റി സംസാരിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹെയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ലിഫ്റ്റിലായിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളുടെ മുത്തശ്ശി അവിടെ ആ ലിഫ്റ്റിലായിട്ട് കയറാൻ വരും. അവരാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടുത്തെ മാനേജറായിട്ടുള്ള യൂനില്ലേ അവനും ആ ലിഫ്റ്റിൽ കയറാൻ വരും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ മുത്തശ്ശി അതിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. ഇവിടെയായിട്ട് നമ്മളുടെ ഹെയോങ്ങിനാണെങ്കിൽ നല്ല ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ വിചാരിച്ചിരിക്കുന്ന തന്നെ മിസ്റ്റർ യൂനാണെങ്കിൽ നമ്മളുടെ ഹെയോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ. അവൾക്കാണെങ്കിൽ എന്ത് മിണ്ടണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ഈ യൂനായിരുന്നാലും ചോദിക്കും നീ എന്താ ഇന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന്. അവളാണെങ്കിൽ മറുപടി ഒന്നും കൊടുക്കത്തില്ല. അവൾ ഇറങ്ങാനായിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ ആ ലിഫ്റ്റ് അങ്ങ് ക്ലോസ് ആവും. ഇത് കാണുന്നത് നമ്മളുടെ മിസ്റ്റർ യൂനാണെങ്കിൽ വേഗം തന്നെ ആ ലിഫ്റ്റിലായിട്ട് കയറി അങ്ങ് പിടിക്കും. ഇത് കണ്ടിട്ട് നമ്മളുടെ ഹെയോങ് ആയിരുന്നാലും ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൾ വിചാരിക്കും മിസ്റ്റർ യൂനിന് എന്നെ പറ്റി ഇത്രയ്ക്കും കെയറിങ് ആയിരുന്നു, എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ബ്ലഷ് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോവും. അതേസമയം തന്നെ നമ്മളുടെ ആ കിംനാനെ കാണിക്കും. മുത്തശ്ശിയാണെങ്കിൽ അവരുടെ ബാഗിലുണ്ടായിരുന്ന അവരുടെ കോട്ട് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് ഫുൾ അഴുക്കായിട്ടിരിക്കുമായിരുന്നു. അവരുടെ കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർക്ക് എന്ത് വേണമെന്ന് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ കോഫി ഷോപ്പിൻ്റെ ഓണറില്ലേ അയാൾ നമ്മളുടെ ഈ മുത്തശ്ശിനെ വിളിച്ചിട്ട് ചോദിക്കും നീ എൻ്റെ കൂടെ കറങ്ങാൻ വരുന്നില്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയും ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ പിന്നീട് ഒരു ദിവസം കറങ്ങാൻ വരാമെന്ന് പറഞ്ഞിട്ട് കോൾ അങ്ങ് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹദാമിനെയാണ്. അവളാണെങ്കിൽ ബസ്സിൽ ഇങ്ങനെ
ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഒരു ജ്വല്ലറി ഇറങ്ങുന്നത് അവൾ കാണും. അവളുടെ കൂട്ടിരിക്കുന്ന കൂട്ടുകാരിമാർ പറയും മിക്കവാറും നിനക്ക് വേണ്ടിയിട്ട് റിങ് വാങ്ങിക്കാനായിരിക്കും അവൻ ആ ജ്വല്ലറിൽ പോയത് എന്ന്. ഇത് കേട്ടിട്ട് ഹദാമിന് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹരാനെയും അതേപോലെ ചാനയൊക്കെയാണ്. അവരെല്ലാവരും കൂടി ടീമായിട്ടിരുന്നിട്ട് ലഞ്ച് കഴിക്കാൻ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ ഡിഷസിനകത്ത് നമ്മളുടെ ഹരാൻ ഇഷ്ടമല്ലാത്ത സീ ഫുഡുകളും ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അത് എങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാൻ അത് കണ്ടിട്ട് വേഗം തന്നെ അതെടുത്തങ്ങ് കഴിക്കും. ഇത് കാണുന്നേ നമ്മളുടെ ഹരാന് മനസ്സിലാവും, അതായത് ചാൻ മനഃപൂർവ്വമാണ് ആ ഡിഷ് എടുത്ത് കഴിച്ചത്, അവൾക്കത് ഇഷ്ടമല്ല എന്ന് മനസ്സിലായിട്ടാ എന്ന്. എന്നാൽ അവൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അവൾ ഇതുവരെ ചാൻ്റെ അടുത്ത് അവളുടെ ഇഷ്ടമില്ലായ്മയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ ഇവന് മനസ്സിലായത്? അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹരാനാണെങ്കിൽ ഒരു ബീച്ച് സൈഡിലായിട്ട് വന്ന് പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ചാൻ വരും. ഇവനെ കാണുന്നത് നമ്മളുടെ ഹരാൻ പറയും, അല്ല ഞാൻ നിന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെയാ മനസ്സിലായത് എനിക്ക് ആ ഫുഡ് ഇഷ്ടമല്ല എന്ന്? ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് നമ്മളുടെ ചാനും ഹരാനും കൂടി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമില്ലേ, ആ സമയത്ത് നമ്മളുടെ ഹരാനാണെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഫുഡിനെ പറ്റിയൊക്കെ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളുടെ ചാൻ ഇപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാനാണെങ്കിൽ പ്രസന്റ് ടൈമിൽ പറയും, ചിലപ്പോൾ നീ ഗസ് ചെയ്തതായിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ടോപ്പിക്ക് അങ്ങ് വിട്ടുകളയും. പിന്നീട് അവളൊരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ വന്നിട്ട് ചോദിക്കും, നീ എന്താ ആലോചിക്കുന്നതെന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹരാൻ പറയും, നിനക്കറിയാവോ ഞാൻ ഒരു തവണ മാത്രമേ US പോയിട്ടുള്ളൂ, അതും എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ആ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലുള്ള ടീം ലീഡറിന്റെ അനിയനായിരുന്നു അവൻ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു തവണയാണ് അവനാണെങ്കിൽ സ്കൂൾ മാറി ബോസ്റ്റണിലായിട്ട് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായി. ഇത് കേൾക്കുന്ന നമ്മുടെ ചാനിനാണെങ്കിൽ എന്തൊക്കെയോ ഓർമ്മ വരുന്നത് പോലെ ഫീൽ ചെയ്യും. പെട്ടെന്ന് തന്നെ കുറച്ച് പാസ്റ്റിലെ സീൻസും കാണിക്കും. നമ്മളുടെ ചാനാണെങ്കിൽ നിൽക്കാൻ നേരത്ത് അവിടെയായിട്ടൊരു കുപ്പിച്ചില്ല് വന്ന് വീഴുന്നു, അതേപോലെ തന്നെ ബ്ലഡ് വീഴുന്നു. അവനൊന്നും മനസ്സിലാവത്തില്ല. പ്രസന്റ് ടൈമിലായിരുന്നാലും അവന് തല കറങ്ങുന്ന പോലൊക്കെ ഫീൽ ചെയ്യും. ഇത് കാണുന്നേ നമ്മുടെ ഹരാൻ ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന്. ഉടനെ തന്നെ നമ്മുടെ ചാൻ പറയും, എനിക്ക് തല കറങ്ങുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്, നീ എന്നെ എടുത്തുകൊണ്ട് പോകുമോ എന്ന്. എന്നാൽ അവനിത് തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹദാമിനെയാണ്. അവൾ നേരെ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവരുടെ ചോദിക്കും, നീ എനിക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് എന്തിയാ, അതിങ്ങ് തന്നേരെ എന്നാൽ. ഇത് കേൾക്കുന്നേം അവളുടെ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് തന്നെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും. അവൻ പറയും, എന്നെ എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് വേഗം തന്നെ എസ്കേപ്പായി ഓടിപ്പോവും. ഇത് കാണുന്നേ ഹദാമിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് തോന്നുന്നത് അവൻ ആ റിങ് വാങ്ങിച്ചിട്ട് വേറെ ഏതെങ്കിലും പെണ്ണിന് കൊടുക്കാനായിരിക്കും. ഇവള് പോസ്റ്റ് ഇട്ടേക്കുന്ന കണ്ടില്ലേ, പുതിയ റിങ് കിട്ടിയെന്നും പറഞ്ഞിട്ട് മിക്കവാറും ഈ റിങ് അവൻ കൊടുത്തതായിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുന്നേ ഹദാമിന് നല്ല ടെൻഷൻ ആവാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ മുത്തശ്ശീനെയാണ്. മുത്തശ്ശിയാണെങ്കിൽ കഫേയിലുള്ള അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവർ രണ്ടുപേരും തീരുമാനിക്കും എന്തായിരുന്നാലും അവരുടെ പണ്ടത്തെ ആ ഒരു ഗ്രാമത്തിലായിട്ട് അവർക്ക് ഒരു വെക്കേഷൻ പോലെ ഒരു ട്രിപ്പ് പോകണം എന്ന്. അങ്ങനെ രണ്ടുപേരും അതിൻ്റെ പ്ലാനിങ് ഒക്കെ തയ്യാറാക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ നേരത്തെ വന്നേ ആ ഒരു മെമ്മറി ഇല്ലേ, അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനത് ഭയങ്കര പുതുതായിട്ടുള്ള ഒന്നായിരുന്നു. കാര്യം അവൻ അതിനെപ്പറ്റി ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരാനെയാണ്. അവളാണെങ്കിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയായിട്ട് അവളുടെ സ്കാർഫ് ഊരിയങ്ങ് വയ്ക്കും. പിന്നെ എല്ലാവരും അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നതും അവിടെയായിട്ട് നമ്മുടെ ഹരാനെ കാണത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ ചാനിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഹരാനെ തിരക്കുന്നത്. അവളുടെ കൂടെയുള്ള കൊളീഗ് പറയും അവളുടെ സ്കാർഫ് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയിരിക്കുക എന്ന്. ഇത് കാണുന്നത് നമ്മളുടെ ചാൻ ശ്രദ്ധിക്കും. അതായത് നല്ലതുപോലെ മഴക്കോളും ഉണ്ട്, മഴ ചാർന്നുമുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനാണെങ്കിൽ ഹരാനെ തിരക്കി അവൾ എവിടോട്ടാണോ പോയിരിക്കുന്നത് അവിടെയായിട്ട് പോകാനൊരുങ്ങും. നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനെ കാണുന്നതും രണ്ടുപേരും കൂടി മഴയൊന്ന് തോരാൻ വേണ്ടിയിട്ട് ഒരു കുടിലായിട്ട് കയറിയിരിക്കും. അവിടെയായിട്ട് നമ്മുടെ ഹരാൻ്റെ ഷൂലേസ് അഴിഞ്ഞു കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാനാണെങ്കിൽ അതൊക്കെ പിടിച്ച് കെട്ടിക്കൊടുക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനാണെങ്കിൽ ചാനെടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. നിൻ്റെ കഴിഞ്ഞ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? നിൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് നീ US നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്താ അവിടെ ഉണ്ടായത്? ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ പറയും, എനിക്ക് എൻ്റെ കഴിഞ്ഞ ലൈഫിനെ പറ്റി പറയാൻ ഒട്ടും താല്പര്യമില്ല, അതെപ്പോഴും സീക്രട്ടാക്കി തന്നെ വെക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ കഴിഞ്ഞ കാലം അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെയായിട്ട് ചാൻ പറയും, ഞാൻ എൻ്റെ ഈ ഒരു ആർട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷം ആകുന്നു എന്ന്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി നേടിയെടുത്തത് തന്നെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹരാൻ പറയും, എനിക്ക് നിൻ്റെ കഴിഞ്ഞ ലൈഫിനെ പറ്റിയാണ് അറിയാൻ ആഗ്രഹം. നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനത് വിട്ടേക്കാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടി അവിടെ ഈവനിങ് ടൈം ആവുന്നത് ഡ്രിങ്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെയായിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. എന്നാൽ നമ്മളുടെ ചാൻ മാത്രമാണ് ഇപ്പോൾ വലിയ സന്തോഷമൊന്നും ഇല്ലാണ്ട് വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്. അവൻ്റെ ഫ്രണ്ടായിരുന്നാലും വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്തോ പറ്റി, നീ എപ്പോഴും ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നതല്ലേ? ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ്റെ അടുത്തായിരുന്നാലും എല്ലാവരും വന്നിട്ട് ഡ്രിങ്ക് ചെയ്യാനൊക്കെ പറയും.
അവൾ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഫോട്ടോയും എല്ലാവരും ക്ലിക്ക് ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, ഞാൻ എത്ര കാലമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കള്ളം പറഞ്ഞ് എനിക്കൊരു കാലത്തും ഇനി സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ഹരാനെ തിരഞ്ഞു നോക്കുമ്പോൾ അവളെ അവിടെ എങ്ങും കാണത്തില്ല. അങ്ങനെ നമ്മളുടെ ചാനാണെങ്കിൽ അവളെ തിരക്കി ബീച്ചിൻ്റെ അടുത്തായിട്ട് വരും. നമ്മുടെ ഹരാനാണെങ്കിൽ അവിടെ നിന്ന് ഷെൽസ് പറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവൾ ആ ഷെൽസ് കണ്ടിട്ട് നമ്മളുടെ ചാനിന് നേരെ നീട്ടിയിട്ട് പറയും, എന്ത് രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഹരാൻ്റെ അടുത്ത് എല്ലാ സത്യവും പറയണമെന്ന്. അവനാണെങ്കിൽ പറയും, നമുക്കൊരു ഗെയിം കളിച്ചാലോ, ഈ ഗെയിമിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടാണോ ഈവനാണോ എന്ന് നീ കണ്ടുപിടിക്കണം. ഉടനെ തന്നെ നമ്മളുടെ ഹരാൻ ചോദിക്കും, അല്ല ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് എന്ത് തരും? ഉടനെ തന്നെ നമ്മളുടെ ചാൻ പറയും, നമ്മൾ രണ്ടുപേരും കളിക്കുന്ന ഗെയിമല്ലേ, നീ എന്ത് ചോദിക്കുന്നോ അതെല്ലാം ഞാൻ തരാൻ റെഡിയാണ്, നിനക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത് ആ സത്യമെല്ലാം ഞാൻ പറയാമെന്ന്. എന്നാൽ നമ്മുടെ ഹരാൻ പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, അത് നിൻ്റെ പ്രൈവസി അല്ലേ, അത് നീ തന്നെ വെച്ചോളൂ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്കത് അറിയേണ്ടേയും കാര്യമില്ല എന്ന് പറയും. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു പേന നഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ നല്ലതുപോലെ വരയ്ക്കാനൊന്നും പറ്റുന്നില്ല എന്ന്. അവൾ പറയും, എനിക്ക് ആ പേനയാണോ അതോ ആ പേന തന്ന ആളാണോ സ്പെഷ്യൽ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് ഇവർ രണ്ടുപേരും ഗെയിം കളിക്കും. ഇവിടെ നമ്മളുടെ ഹരാനാണെങ്കിൽ ചൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഓട് തന്നെയായിരുന്നു. അവൻ്റെ കയ്യിലും ഓടായിട്ടുള്ള ഷെല്ല് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇവിടെയുള്ള ആ ടീം മെമ്പേഴ്സ് ഇല്ലേ, അവരാണെങ്കിൽ ഫോട്ടോസ് എല്ലാം ഗ്രൂപ്പിലായിട്ട് പബ്ലിഷ് ചെയ്യും. അതിനകത്ത് നമ്മുടെ ഹരാൻ ഡ്രിങ്ക് ചെയ്യുന്ന ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഹയോങ് പെട്ടെന്ന് തന്നെ അവർക്ക് മെസ്സേജ് ഇട്ട് പറയും, ഹരാനെ ഡ്രിങ്ക്സ് ഒന്നും കൊടുക്കല്ലേ, അവൾ കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ബോധം കെട്ട് വീഴുകയെന്ന്. ഇത് പറഞ്ഞങ്ങോട്ട് നാക്കെടുക്കുന്നതും അതേ സമയത്ത് തന്നെ നമ്മളുടെ ഹരാൻ അവിടെ ബോധം കെട്ടി വീണിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ ചാനാണെങ്കിൽ അവളുടെ അടുത്ത് സത്യം പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ഇവള് ബോധം കെട്ട് വീഴുന്നേ. അവൻ തന്നെ വിചാരിക്കും നല്ല ടൈമിംഗ് ആണല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരാനാണെങ്കിൽ അവിടെ കിടന്നുറങ്ങുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ചാനായിരുന്നാലും അവൾ എവിടെയാണോ കിടന്നുറങ്ങുന്നത് അതിൻ്റെ പുറത്തായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ എന്തോ സൗണ്ട് കേൾക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അവനെങ്ങനെ പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവന് നേരത്തെ നഷ്ടപ്പെട്ട ആ ഒരു മെമ്മറിയില്ലേ, അതിൻ്റെ നല്ലൊരു പാർട്ട് തന്നെ അവന് തിരിച്ചു കിട്ടും. ആ മെമ്മറിക്കകത്ത് കാണിക്കും, അതായത് നമ്മളുടെ ചാനിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹരാൻ്റെ ആ ബോയ് ഫ്രണ്ട് ഇല്ലേ, അവനാണെങ്കിൽ കൈക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡാണ് അവൻ നേരത്തെ എല്ലാം മിന്നി മാഞ്ഞ് കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഹരാൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയായിട്ട് വേറൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് സൂജിന എന്നാണ്. ഇവരെ രണ്ടുപേരെയും കാണുന്നേ നമ്മളുടെ ചാനിന് ഏകദേശം ഒരു കാര്യം മനസ്സിലാവും, അതായത് നമ്മളുടെ ഹരാനെ അവളുടെ ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. ഇത് കണ്ടിട്ട് നമ്മളുടെ ചാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. അവൻ അവിടെ കിടന്ന് നല്ലതുപോലെ കരയാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഹരാനാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ചാൻ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ഇവൻ്റെ നോട്ടം കാണുന്നേ നമ്മുടെ ഹരാൻ ചെയ്യും, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ, ഞാൻ എന്താ വഴി വല്ലതും തെറ്റിപ്പോയ വല്ല പട്ടിക്കുട്ടിയാണോ, അതുപോലെയാണല്ലോ നിന്റെ നോട്ടം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാൻ പറയും, അങ്ങനെയൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരു വാക്കിന് പോയാലോ എന്ന് ചോദിച്ചിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ ഹരാനെയും കൊണ്ട് പുറത്തായിട്ട് നടക്കാൻ വരും. ഇവിടെയായിട്ട് ചാനാണെങ്കിൽ അവൻ്റെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അവളുടെ അടുത്ത് പറയാനൊരുങ്ങും. എന്നാൽ നമ്മുടെ ഹരാൻ പറയും, എനിക്കതറിയാൻ ഒട്ടും താല്പര്യമില്ല, നീ എൻ്റെ അടുത്ത് അത് പറയുകയും വേണ്ട. എന്നാൽ ഞാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നീ US-ലുണ്ടായിരുന്ന സമയത്ത് നിന്നെ ഹെൽപ്പ് ചെയ്ത ആ ഒരാളെന്ന് നീ പറയാറില്ലേ, നിൻ്റെ ജീവിതത്തിൽ ലൈറ്റ് കൊണ്ടുവന്ന ആൾ, അയാൾ ആരാ? അയാളെപ്പറ്റി അറിയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ നമ്മളുടെ ചാനാണെങ്കിൽ അവിടെ പറയും, അയാൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്ന എൻ്റെ ആ ഒരു ലൈഫിനെ അയാളാണ് കളർഫുള്ളാക്കിയത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹരാനായിരുന്നാലും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹെയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൾക്ക് ഫുഡിനകത്ത് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നേ, മുമ്പായിരുന്നാലും നമ്മളുടെ ആ മിസ്റ്റർ യൂനില്ലേ, അയാൾ ഇവളുടെ കൂടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അയാൾ എപ്പോഴും ഇവളുടെ പ്ലേറ്റിലുണ്ടായിരുന്ന ആ ഒരു സാധനം എടുത്ത് മാറ്റുന്നത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കും, അവൻ അക്കാര്യം വരെ എന്നെപ്പറ്റി അറിയാവല്ലേ, എന്ത് കെയറിങ്ങാ അവൻ. ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അതിലെ നമ്മുടെ ഹദാൻ വരും. അവളാണെങ്കിൽ അവിടെ പറയും, മിസ്റ്റർ യൂൻ എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡ്രിങ്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് എന്ന്. അയാൾക്ക് എന്ത് കെയറിങ്ങാ. പെട്ടെന്ന് തന്നെ നമ്മുടെ മുത്തശ്ശി അവിടെ പറയും, അവനാണ് എൻ്റെ വിറ്റാമിൻസിൻ്റെ ഗുളികയെല്ലാം വാങ്ങിക്കൊണ്ട് തരുന്നത് എന്ന്. ഇവിടെയായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് മിസ്റ്റർ യൂനിന് എല്ലാവരും ഭയങ്കര കെയറാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹയോങ് അങ്ങ് ഒരുമാതിരിയാവും. അവൾ വിചാരിക്കും, അപ്പോൾ ഞാൻ വിചാരിച്ചതെല്ലാം വെറുതെ ആയിരുന്നല്ലേ, അവൻ എല്ലാവരും ഇതേപോലെ തന്നെയാണല്ലേ ട്രീറ്റ് ചെയ്യുന്നത്
ചെയ്യുന്നത്. എന്നാലും അവൾക്ക് നല്ല ജലസും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹരാനും ചാനും എല്ലാവരോട് ചേർന്നിട്ട് അവർ പിക്നിക്കിന് വന്നിട്ടില്ലായിരുന്നോ, അവിടെ നിന്ന് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ്. അവിടെ വെച്ചിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ ഹരാൻ്റെ കയ്യിലായിട്ട് ഒരു കുഞ്ഞ് ക്യാമറ കൊടുത്തിട്ട് പറയും, നമ്മളിനി 10 ദിവസം കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ. ഈ 10 ദിവസത്തിനുള്ളിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫോട്ടോസും നീ ഈ ക്യാമറയ്ക്കകത്ത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നീ എനിക്കൊരു അസൈൻമെൻറ്റ് പോലെ ഇത് സബ്മിറ്റ് ചെയ്യുകയും വേണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെ ആകാശത്തിലായിട്ട് നല്ലൊരു ക്ലൗഡ് കാണും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻബോ പോലെ ഇരിക്കുന്നൊരു ക്ലൗഡായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മളുടെ ചാൻ വേഗം തന്നെ ക്യാമറ എടുത്ത് അതിൻ്റെ ഫോട്ടോ എടുക്കും. നമ്മളുടെ ഹരാനായിരുന്നാലും ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യും. എന്നാൽ അവളുടെ ഫോണിൽ ആ ഒരു ഫോട്ടോ ഭയങ്കര ബ്ലറായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ട് ചാൻ പറയാൻ തുടങ്ങും, ഈ ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒന്നാണ്. അതങ്ങനെ ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. നീ ഭയങ്കര ലക്കി ആയതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റിയതും നിനക്കും ഇത് കാണാൻ പറ്റിയതെന്നും പറഞ്ഞിട്ട് അവൻ ഇത് അവൾക്ക് അയച്ചൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരുടെ നിന്നിട്ട് അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്. ഇത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു നമ്മളുടെ ഹരാനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹരാനാണെങ്കിൽ ആ ക്യാമറ വെച്ചിട്ട് ഓരോരോ ഫോട്ടോസൊക്കെ എടുക്കാൻ ട്രൈ ചെയ്യുന്നത്. അവിടെയായിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മളുടെ ചാനായിരുന്നാലും ഹരാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എപ്പോഴൊക്കെ നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുന്നോ അപ്പോഴെല്ലാം ഫോട്ടോ എടുക്കണോ എന്ന്. അതേസമയം തന്നെ നമ്മുടെ ചാനിനെ കാണിക്കും. അവൻ എവിടെയായിട്ട് ആകാശത്ത് നോക്കി ആ ചന്ദ്രൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹരാനയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. അവൾ ഓഫീസിലായിട്ട് വരുന്നതും എല്ലാവരോടെയും ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങും. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് നോക്കി നിൽക്കും. ഇത് നമുക്കറിയാവുന്ന ഹരാൻ തന്നെയാണോ എന്നാണ് അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെല്ലാവരും ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചിട്ട് നേരെ ഓഫീസിലായിട്ട് വന്ന് അവളുടെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവളിപ്പോഴാണെങ്കിൽ ആ ഗ്ലാസ് ഒന്നും ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ഹയോങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി വരുന്നതും അവിടെയായിട്ട് മിസ്റ്റർ യൂൻ നിൽക്കുന്ന കാണും. അവനാണെങ്കിൽ കയ്യിലായിട്ടൊരു മുട്ടായിയും വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഹയോങ് ചോദിക്കും, ഈ മുട്ടായി നീ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണോ വെച്ചിരിക്കുന്നത്? അപ്പം മിസ്റ്റർ യൂൻ പറയും, അല്ല, നിനക്ക് വേണമെങ്കിൽ ഇന്നാന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു മുട്ടായി കൊടുക്കും. നമ്മളുടെ ഹയോങ് ആയിരുന്നാലും ആ ഒരു മുട്ടായി കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവളിങ്ങനെ കാല് പൊക്കി ഇങ്ങനൊരു ആക്ഷനും കാണിച്ചിട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോകും. ഇത് കാണുന്ന മിസ്റ്റർ യൂൻ അതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് സീനും കാണിക്കും. മിസ്റ്റർ യൂൻ ആദ്യമായിട്ട് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന സമയത്ത് അവൻ ആക്സിഡൻ്റലി നമ്മളുടെ ഹയോങ്ങിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഹായ് പറയുന്നത്. ഇവൾ ചോദിക്കും, നീ ഭയങ്കര നെർവസ് ആണല്ലേ, എന്നാൽ നിൻ്റെ നെർവസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് തരാമെന്നും പറഞ്ഞ് അവളൊരു മുട്ടായി എടുത്ത് നമ്മുടെ മിസ്റ്റർ യൂവിൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. അതിനുശേഷമാണ് നമ്മളുടെ മിസ്റ്റർ യൂനായിരുന്നാലും നമ്മുടെ കിം നാനനെ കാണുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ജോലിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ നേരത്ത് ഹയോങ് അവിടെ മുട്ടായും കഴിച്ചിട്ട് ഇതേ എക്സ്പ്രഷനും കാണിച്ച് നടക്കുന്നതൊക്കെ കാണിക്കും. ഇത് കാണുന്ന നമുക്ക് മനസ്സിലാവും മിസ്റ്റർ യൂനിന് പണ്ട് തൊട്ടേ നമ്മുടെ ഹയോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹദാമിൻ്റെ ബോയ് ഫ്രണ്ടിനെയാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹദാം എത്തിയിട്ടുണ്ടായിരുന്നു. ഇവളെ കാണുന്നേ നമ്മളുടെ ഹദാമിൻ്റെ ബോയ് ഫ്രണ്ട് പറയും, നീ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഓക്കെയാണ്, നീ ഒന്നും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഹദാമിൻ്റെ ബോയ് ഫ്രണ്ടില്ലേ യുഗ്യം, അവൻ്റെ ഫോണിലായിട്ട് ഒരു പെണ്ണിൻ്റെ കോളും വരുന്നുണ്ട്. ആ പെണ്ണിൻ്റെ പേര് അവൻ ലവ് ചിഹ്നത്തിലാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹരാനെ അവളുടെ മുത്തശ്ശി വിളിച്ചിട്ട് പറയുന്നത്, വേഗം തന്നെ നീ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കി എൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം എന്ന്. എന്നാൽ നമ്മളുടെ ഹരാൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കുന്നതും അതിനകത്തായിട്ട് നമ്മളുടെ ചാൻ അയച്ചു കൊടുത്ത ആ ഒരു ക്ലൗഡില്ലേ അതിൻ്റെ ഫോട്ടോ അടക്കുന്നതാണ്. ഇത് കാണുന്നേ നമ്മളുടെ ഹരാന് പെട്ടെന്ന് തന്നെ മോട്ടിവേഷൻ വന്നിട്ട് അവൾ വേഗം തന്നെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് അവളുടെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ അവൾ ചെയ്യുന്ന ഡ്രസ്സിന് ഒരു മഴവില്ലിൻ്റെ രീതിയിലുള്ള കളറാണ് കൊടുക്കുന്നത്. ഇതങ്ങനെ അവൾ വേഗം തന്നെ നമ്മളുടെ കിം നാനയ്ക്ക് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യും. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ ഹരാനാണെങ്കിൽ ഇത് ഫോട്ടോ എടുത്തിട്ട് നമ്മളുടെ ചാൻ അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നീ തന്നെ ആ ഒരു ക്ലൗഡില്ലേ, ആ ക്ലൗഡ് തന്നെയാണ് എൻ്റെ ഈ ഒരു വർക്കിൻ്റെ പിന്നിലെ ഇൻസ്പിറേഷൻ എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ ചാനിന് ഇൻസ്പിറേഷൻ വന്നിട്ട് അവൻ്റെ ആ ഒരു ആനിമേഷനില്ലേ അതിനകത്തും അവൻ ഇതേപോലെ തന്നെ ഒരു ഡ്രസ്സാണ് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹദാമിൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള യുഗ്യമില്ലേ, അവൻ നേരെ വന്നിട്ട് നമ്മളുടെ ആ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. യഥാർത്ഥത്തിൽ അവനാണെങ്കിൽ ജ്വല്ലറി പോയി ഒരു നെക്ലസ് വാങ്ങിയത് വേറെ ആർക്കുമല്ല നമ്മളുടെ ഈ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടായിരുന്നു. മുത്തശ്ശി ഇങ്ങനെ കൂടെ എവിടെയാണ് ആരാണെന്നൊക്കെ മറന്നു പോകത്തില്ലേ. അതുകൊണ്ട് നമ്മളുടെ യുഗ്യമാണെങ്കിൽ ആ നെക്ലസിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനാണെങ്കിൽ യുഗ്യമാണ്, ഗാർഡിയൻ ആണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നമ്പരും ഒക്കെ. ഇനി എപ്പോഴേലും നമ്മളുടെ മുത്തശ്ശി ഇതേപോലെ കാണാതായി കഴിഞ്ഞാൽ ആരാണോ കണ്ടു കിട്ടുന്നത് അവർ നമ്മളുടെ യുഗ്യമിനെ കോണ്ടാക്ട് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ്
ഇത് ഭയങ്കര ഒരു ഇമോഷണൽ സീൻ തന്നെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ യുഗിയോമായിരുന്നാലും മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കും, ഞാൻ ഒരിക്കലും ഹദാമിനെ വിഷമിപ്പിക്കത്തില്ല, അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരാനെയാണ്. അവളാണെങ്കിൽ എല്ലാ ദിവസവും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ ചാനും ഹരാനും ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. അവർ ഡെയിലി സംസാരിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നേരിട്ട് മീറ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. 10 ദിവസത്തിന് ശേഷം മീറ്റ് ചെയ്യാമെന്നല്ലേ അവർ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവസാനം 10 ദിവസമാവും. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനായിരുന്നാലും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ചാനായിരുന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഹരാനെ വിളിച്ചിട്ട് പറയും, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറിൽ അവിടോട്ട് വരാൻ പോകുക എന്ന്. നമ്മുടെ ഹരാനായിരുന്നാലും അവളുടെ ആ ഒരു ഷെഡ്യൂളെല്ലാം നല്ലതുപോലെ ഫ്രീ ആക്കി വെച്ചിട്ട് നമ്മളുടെ ചാൻ്റെ കൂടെ മീറ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ കിംനാനെ അവളെ വിളിച്ചിട്ട് പറയും, ഞാൻ റിട്ടയർഡ് ആവാൻ പോവുകയാണ്, നീ വേണം ഇനി മുതൽ ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാൻ ഭയങ്കര ഷോക്കാവും. അവളവിടെ പറയും, എനിക്കതിന് പറ്റത്തില്ല, നിങ്ങൾ തന്നെ നോക്കി നടത്തിയാൽ മതിയെന്ന്. എന്നാൽ മുത്തശ്ശി അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവർ പറയും, പറ്റത്തില്ല, നീ ഏറ്റെടുത്ത് നടത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ ഓരോരോ കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനിനെയാണ്. അവനിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നതും പെട്ടെന്ന് തന്നെ അവനൊരു കോൾ വരും. ആ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നേ വലിയൊരു ട്രക്ക് ഇവന് ഇടിക്കാൻ വേണ്ടിയിട്ട് വരും. അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ തന്നെ പോകും. ഇതേ സമയം തന്നെ നമ്മളുടെ ഹരാനെയും കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ വിചാരിക്കും, അരമണിക്കൂറിനുള്ളിൽ ചാൻ വരാമെന്ന് പറഞ്ഞത് മിക്കവാറും വണ്ടി ഓടിച്ചിട്ടായിരിക്കും, അവൻ എങ്ങനെ സേഫായിട്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് അവൾ ഭയങ്കര ടെൻഷനിലാവും. അവൾ നമ്മളുടെ ചാനിനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ നോക്കും. എന്നാൽ അവൻ്റെ ഫോണും കിട്ടത്തില്ല. അവൾ വേഗം തന്നെ നമ്മളുടെ ആ കഫേയിലായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ അവിടുത്തെ അങ്കിള് പറയും, നമ്മളുടെ ചാൻ ഇവിടുന്ന് പോയി അവൻ്റെ പാസ്പോർട്ടെല്ലാം വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ US പോകുന്നെന്നാ പറഞ്ഞേന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഹരാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല വിഷമമാവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.